ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനോടും രജനോടും ചോദിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, മമ്മി ലിവിങ് ടുഗദർ ആണോ എന്ന്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ആദ്യം കറക്റ്റായിട്ടുള്ളൊരു മറുപടി അതിന് കിട്ടുന്നില്ല. ഇതേ സമയം വീട്ടിലെത്തിയ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഇഷിത വീട്ടിലേക്ക് വന്ന സമയത്ത് ചിപ്പിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ചിപ്പി സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം ഇഷിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ എന്താണ് പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിപ്പിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്ത് രാമനാഥനും സ്വപ്നവല്ലിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചിപ്പി എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ സ്വപ്നവല്ലി ഇഷിതയുടെ അടുത്ത് ചൂടായി സംസാരിക്കുകയാണ്. ഇഷിത എന്തിനാണ് ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? ചിപ്പി മഹേഷിൻ്റെ മകളല്ലേ, മഹേഷ് ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് വിഷമമായിട്ട് ഇഷിത അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് രാമനാഥൻ സ്വപ്നവല്ലിനെ വഴക്ക് പറയുന്നുണ്ട്. ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലിനെ വഴക്ക് പറയും. ഇഷിതയും ചിപ്പിയും തമ്മിലുള്ള അടുപ്പവും ബന്ധമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. ഇതേസമയം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ അകത്ത് ചെന്നിങ്ങായിട്ട് ഇഷിതനോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ആകാശിൻ്റെയും രചനാമ്മയുടെ വീട്ടിൽ പോയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷന് കൂടി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സത്യങ്ങൾ മുഴുവനായിട്ടൊന്നുമില്ല പറയുന്നത്. ഇഷിതാമ്മ അറിയണ്ട. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. രചനാമരയും ആകാശങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയത്. ആ കുട്ടിയുടെ ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് പുറത്താണ്, അതുകൊണ്ടാണ് അവിടെ വെച്ച് നടത്തിയെന്നൊക്കെയാണ് കേട്ടോ ചിപ്പി പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ചിപ്പി വന്ന് മാപ്പൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം മഹേഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹേഷ് വിഷമിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മഹേഷ് അപമാനിക്കപ്പെട്ടതൊക്കെ ചിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷിത ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാറില്ല അതൊക്കെ പോട്ടെ, അവരുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതിലൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.